നമുക്ക് NCDയും ചിട്ടിയും ഈ മ്യൂച്വൽ ഫണ്ട് SIPs ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് അതിൽ മെയിൻലി NCDസും ഈ പറഞ്ഞ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലുള്ളൊരു വ്യത്യാസം. അതായത് NCDസിന് നമുക്ക് ലോക്ക്-ഇൻ പീരീഡ് ഉണ്ട്. അതായത് ലിസ്റ്റ് ചെയ്തിരിക്കണം NCDs. പിന്നെ ഒന്ന് ഡിമാറ്റ് അക്കൗണ്ടിൽ മാത്രമേ അത് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ മാത്രമേ അത് അലോട്ട്മെൻറ്റ് കിട്ടുള്ളൂ, മീൻസ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലുള്ള കമ്പനികളും പുറത്തുള്ള കമ്പനികളൊക്കെ NCDs ഇഷ്യൂ ചെയ്യാറുണ്ട്. അതിന് ഇൻട്രസ്റ്റാണ് കിട്ടുന്നത്. പക്ഷേ അതിനകത്തൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിലും റിസ്ക് റേഷ്യോ ഈസ് വെരി ഹൈ കമ്പയർഡ് ടു സം അതർ അസറ്റ് ക്ലാസസ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പം എല്ലാത്തിലൊന്നുമല്ല, പല NCDസിലും. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് NCDs ഇപ്പം 11% കിട്ടുന്നതുണ്ട്, 10.5 കിട്ടുന്നതുണ്ട്, 9.5 കിട്ടുന്നുണ്ട്. പല ഇപ്പം ബിറ്റ്വീൻ 9 and 11 ആണ് ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് NCDs സാറിന് കിട്ടുന്നത്. പക്ഷേ അതിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ വരുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ അതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് ഉള്ള പ്രശ്നങ്ങളുണ്ട്. പ്ലസ് ഇതിൻ്റെ മെച്യൂരിറ്റി വാല്യൂ ടൈമിൽ പേ ചെയ്യാത്ത അല്ലെങ്കിൽ ഡിലേ വരുന്ന കമ്പനീസും റീപേയ്മെൻറ്റ് ഈ പിന്നെ എന്താണ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ തിരിച്ച് കിട്ടുന്നതിനുള്ള ഡിലേ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റേറ്റിംഗ് കുറയും. അപ്പോൾ അങ്ങനെ കുറേ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. കമ്പനിയുടെ റെപ്യൂട്ടേഷനൊക്കെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ റേറ്റിംഗ് ഒക്കെ വരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോക്ക്-ഇൻ പീരീഡ് ഇല്ലാതെ നമുക്ക് ഈ റിട്ടേൺസിനടുത്തൊക്കെ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കടപ്പത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ മാർക്കറ്റുമായിട്ട് വലിയ റിലേഷനും ഇല്ലാത്ത, മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി ബാധിക്കാത്ത ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഈ ലോക്ക്-ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് NCDസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ആവശ്യത്തിന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പൈസ എടുക്കാനോ പാർഷ്യലായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ മെച്യൂരിറ്റി ആവുന്ന പീരീഡിൽ നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനേ പറ്റുള്ളൂ. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഏത് സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് അതാണ്. അപ്പം ഷോർട്ട് പീരീഡിലാണ് നമ്മൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുക. എന്നാൽ ലോങ്ങർ പീരീഡിലേക്ക് നമ്മൾ ഇക്വിറ്റിയിലേക്കുള്ള ഒരു അലോക്കേഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. ഓക്കെ.